ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1182 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ കണ്ടത് ലോക്കി ആ ഡ്രാഗൺ ഫോമിൽ എത്തിയിട്ട് ഒരു വലിയ തോർഹെയിം അറ്റാക്ക് ഇമൂന് നേരെ ചെയ്യുന്നതായിരുന്നല്ലോ. എന്നിട്ട് ലോക്കി ആ ആദം ട്രീയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് അവന്റെ പ്രസൻസ് ഇതുവരെയും പോയിട്ടില്ല. ഇത്ര വലിയൊരു അറ്റാക്ക് കിട്ടിയിട്ടും അവന് ആപത്തൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ലോക്കിക്ക് ഇമുവിന്റെ ഹാക്കിയുടെ പ്രസൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ലോക്കി ആണെങ്കിലും ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ്. കാര്യം ഒരു വലിയ അറ്റാക്ക് ആണല്ലോ അൺലീഷ് ചെയ്തത്. റാഗ്നർ ആണെങ്കിലും അണ്ണാന്റെ ഫോമിൽ ഇപ്പൊ ലോക്കിയുടെ പുറത്തുണ്ട്. ഇപ്പൊ ആദം ട്രീയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഇമു ലോക്കിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിദോഗ്, നമ്മൾ ഒരിക്കൽ കൂടി ഈ ലോകത്ത് വെച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. എടാ ചതിയാ. ഈ ഡയലോഗ് അടിക്കുമ്പോൾ ഇപ്പൊ ഇമു ആണെങ്കിലും ചെറുതായിട്ട് ചുമച്ച് ക്ഷീണിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇമു നിദോഗുമായിട്ടപ്പോൾ ഫ്ലാഷ് ബാക്കിൽ എന്തൊക്കെയോ പരിപാടികളുണ്ട്. നിദോഗിനെ ട്രൈറ്റർ എന്നാണ് ഇമു ഇവിടെ വിളിച്ചിരിക്കുന്നത്. സോ പാസ്റ്റില് സുനീഷയൊക്കെ ചെയ്തതുപോലെ എന്തെങ്കിലും ഒരു ക്രൈം നിദോഗ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇനി വരുന്ന 800 വർഷങ്ങൾക്ക് മുൻപുള്ള ഫ്ലാഷ് ബാക്ക് ഒരു കിടിലം ഫ്ലാഷ് ബാക്ക് തന്നെ ആയിരിക്കും. സോ ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇമു ഇപ്പോൾ ആയുധമൊക്കെ പിടിച്ച് അങ്ങനെ ആ നിദോഗ് ഫോമിലുള്ള ലോക്കിയെ നേരിടാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം മഞ്ഞ് വീഴുന്നുണ്ടെന്നുള്ള കാര്യം ഇമു ശ്രദ്ധിക്കുന്നുണ്ട്. അത് റാഗ്നറിന്റെ എബിലിറ്റി ആണല്ലോ. ഇപ്പോൾ ഈ ഐസിന്റെ ഫ്രിക്ഷൻ ഇടിമിന്നലിന് കാരണമാകുമെന്ന് ഇമു പറയുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇടിമിന്നലും അതേപോലെ തന്നെ ലോക്കിയുടെ ആ തോർഹെയിം അറ്റാക്കും ഒക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു വലിയ അറ്റാക്കായി മാറും. സോ നിങ്ങൾ തമ്മിലുള്ള ഒരു സിങ്ക് അത് കിടിലമാണെന്ന് പറയാതെ വയ്യാന്ന് ഇമു റാഗ്നറിനോട് ലോക്കിയോടും പറയുന്നു. ഹേ റാഗ്നർ, അന്ന് തൊട്ട് ഇന്ന് വരെ നീ നിന്റെ പുതിയ മാസ്റ്ററിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നെന്ന് തോന്നല്ലോ. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ അത്. ഇപ്പൊ ഈ റാഗ്നർ ആണെങ്കിലും ഇമൂനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. സോ ഈ നിദോഗ് ഡബിൾ ഫ്രൂട്ടിന്റെ പ്രീവിയസ് യൂസറും ഇമുവും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. സോ ഇപ്പൊ ഈ റാഗ്നർ എന്ന് പറയുന്ന ഹാമറിന്റെ ഡബിൾ ഫ്രൂട്ട് ഏതാണെന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് സ്കുരൽ ഫ്രൂട്ട് ആണ്. മിത്തിക്കൽ സോൺ മോഡൽ റാറ്ററ്റോസ്കർ. ഈ റാറ്ററ്റോസ്കർ എന്ന് പറയുന്നത് നോർസ് മിത്തോളജിയിലുള്ള ഒരു അണ്ണാനാണ്. അതായത് ഈ ഡ്രഫീൽ മരത്തിന്റെ മുകളിൽ താമസിക്കുന്ന പരുന്തിനും താഴെ താമസിക്കുന്ന ഡ്രാഗണിനും ഇടയിലെ മെസ്സേജസ് കൈമാറുന്ന ഒരു ക്യാരക്ടർ. സോ ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ നിദോഗും റാഗ്നറും കൂടെ ഒരു കമ്പൈൻഡ് അറ്റാക്ക് ഇമൂന് നേരെ അങ്ങ് ചെയ്യുകയാണ്. റാഗ്നർ ആ ഒരു വലിയ ഐസിന്റെ ഒരു ബീം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അതേസമയം തന്നെ ലോക്കി ആ തോർഹെയിം അറ്റാക്കും ചെയ്തിട്ട് അതെല്ലാം ഈ വെടിയുണ്ടകൾ പോലെ ഇമൂന് നേരെ വിടുന്നുണ്ട്. ഇമുവിന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ വലിയൊരു ഒമൻ ഫ്ലെയിം ഉണ്ട്. ഇപ്പോൾ വായിക്കൊള്ളാത്ത ഏതോ ഒരു അറ്റാക്ക് ഇമുവും സമ്മൺ ചെയ്യുന്നു. എന്നിട്ട് കുറെ ഡീമൺ ബാൾസ് ഇവർക്ക് നേരെ വിടുകയാണ്. ഇപ്പൊ ആ ഡീമൺ ബോളുകളും അതേപോലെ തന്നെ ലോക്കിയും റാഗ്നറും ചേർന്ന് വിടുന്ന ലൈറ്റനിങ് ബീംസും എല്ലാം കൂടെ കൂട്ടിമുട്ടി ഒരു വലിയ സ്ഫോടനം തന്നെ അവിടെ നടക്കുകയാണ്. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ബോണി ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ലിലിത്ത് അവളെ ലിലിത്തിന്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന ബോണി ഇപ്പൊ പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ ആ സാധനവുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ലലിത് ഇപ്പൊ പറയുന്നുണ്ട്, അതെ, ഞാൻ ഫൈറ്റ് ചെയ്യാൻ നിന്നെ വിടില്ലല്ലോ, നീ ഇപ്പൊ എന്റെ പ്രൊട്ടക്ഷനിലാണ്. എന്നാലും ആ വന്നത് അതാരാണ് എന്ന് ലലിത് ഇങ്ങനെ ചിന്തിക്കുന്നു. ഉറപ്പായിട്ടും അത് ഹോളി നൈറ്റ്സിന് മുകളിലുള്ള ഒരാൾ തന്നെയാണ്, പക്ഷേ എൽഡേഴ്സിൽ ഒരാളല്ല എന്നവള് പറയുന്നു. ഇപ്പോ ഇവരുടെ അടുത്തായിട്ട് ഇമുവിന്റെ അറ്റാക്കിൽ പരിക്കേറ്റ് കിടക്കുന്ന സാഞ്ചിയെ കാണാം. ഇപ്പോ വെഗാപങ്ക്, അതായത് ലിലിത്ത് തന്നെ പറയുന്നുണ്ട്, ഈ വേൾഡ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ലോകം ഭരിക്കാനുള്ള പവർ കഴിഞ്ഞ 800 വർഷങ്ങളായിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മാസി ഓർഗനൈസേഷനാണ്. ആ പവർ കൈയടക്കാൻ വേണ്ടി അവരന്ന് ചെയ്ത കാര്യങ്ങൾ ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായം തന്നെ ഉണ്ടാക്കി. അതായത് ഓൾഡ് സെഞ്ചുറി. സോ ഒരുപാട് നിഗൂഢതകളുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഇത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ലലിതിരിക്കുമ്പോൾ സാഞ്ചി അവിടുന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ബോണി ആണെങ്കിൽ സാഞ്ചിയെ തടയുന്നുണ്ട്. ഹേ സാഞ്ചി, നിങ്ങളിപ്പോ ഒരു ഫൈറ്റിന് പോകാനുള്ള അവസ്ഥയിലൊന്നും അല്ല എന്നൊക്കെ അവള് പറയുന്നു. പക്ഷെ സാഞ്ചി ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഇനി ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല ബോണിച്ചാൻ. എന്നിട്ട് സാഞ്ചി കുറച്ച് മുൻപ് നടന്ന ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ഇമുവിന്റെ ആ അറ്റാക്ക് കിട്ടി സാഞ്ചി അവിടെ വീണ് കിടന്നപ്പോ കില്ലിംഗ്ഹാം സാഞ്ചിയുടെ അടുത്ത് വന്ന് അവനെ കളിയാക്കി. കില്ലിംഗ്ഹാം ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, നിന്റെ അവസ്ഥ നോക്ക് സാഞ്ചി, എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, ഗ്രേറ്റ് വണ്ണിന്റെ ഒരു അറ്റാക്കിന് തന്നെ നീ വീണു. എന്നാലും നിനക്ക് ഇപ്പോഴും ജീവനുണ്ടല്ലോ, അതാ എനിക്ക് അത്ഭുതം. പക്ഷെ എനിക്കിവിടെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. ഇപ്പൊ ഈ പോകാൻ തുടങ്ങുന്ന കില്ലിംഗ്ഹാമിനോട് സാഞ്ചി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇതെങ്ങോട്ടേക്കാ പോകുന്നേ? കില്ലിംഗ്ഹാം ഇപ്പൊ പറയുന്നുണ്ട്, ഞാനിവിടെ ചെയ്ത് പകുതിയാക്കി വെച്ചിരിക്കുന്ന പണിയുണ്ടല്ലോ, അതങ്ങ് തീർക്കാൻ പോവാടാ. അതുമാത്രമല്ല, മുമ്പത്തേനേക്കാളും ഇരട്ടി പവറാണ് ഇപ്പൊ എന്റെ ഉള്ളിലൂടെ ഒഴുകുന്നത്. സോ ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കില്ലിംഗ്ഹാം ജെറ്റ് പോലെ മുകളിലേക്ക് പോകുന്നുണ്ട്. ആ പോയതിന്റെ എഫക്റ്റ് ഇപ്പോ സാഞ്ചിയുടെ ദേഹത്തും കിട്ടുന്നുണ്ട്. സോ ആ ഒമൻ വെച്ചിട്ട് കില്ലിംഗ്ഹാമിന്റെ സോമേഴ്സിന്റെ ഒക്കെ പവർ ഇമു നല്ലപോലെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ട് പ്രസന്റിലെ സാഞ്ചി പറയുന്നുണ്ട്, അവന്മാർ ഇതുവരെ ഇവിടുത്തെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന ആ പ്ലാൻ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. അങ്ങനെ സാഞ്ചി ഇപ്പോൾ ആ സ്കൈ വാക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. ഇപ്പൊ ബോണിയും ലലിത്തും താഴെ നിന്നിട്ട് സാഞ്ചിന്ന് വിളിക്കുന്നുണ്ട്.
ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ സാഞ്ചി പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നേരം ഈ എൽബാഫിൽ ചെയ്ത ഫൈറ്റ് ഒന്നും വേസ്റ്റ് ആവാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് വില കൊടുത്തും ഈ എൽബാഫിനെ ഞാൻ സംരക്ഷിക്കും. ലൂഫിയും ഉസോപ്പും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണിത്, വാരിയേഴ്സിന്റെ രാജ്യം. അതുമാത്രമല്ല നല്ല ജയന്റ് സുന്ദരികളുടെയും കൂടെ രാജ്യമാണിത്. സോ എന്ത് വില കൊടുത്ത് ഞാനിത് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് സാഞ്ചി മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ബോണിയും ലലിതും ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇത് നോക്കി താഴെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മളെ കാണിക്കുന്നത് ഔൾ ലൈബ്രറിയാണ്. അവിടുത്തെ ഒരു കഥകിന് പുറകിലൂടെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കണ്ടെത്തി സോളും റോബിനും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ബിബിളോ അവിടെ ബുക്ക് എല്ലാം സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാസേജ് ഉണ്ടെന്ന് സോളോ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സോ ആ തീപിടുത്തത്തിൽ നിന്ന് നീ ബുക്ക് എല്ലാം സേഫ് ആക്കി ഇവിടെ കൊണ്ട് വെച്ചു അല്ലേ ബിബിളോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. എല്ലാം കത്തിപ്പോയെന്നാ ഞാൻ കരുതിയത്. ഒരുപാട് നന്ദിയുണ്ട് ബിബിളോ എന്ന് റോബിൻ പറയുന്നു. സോളാണെങ്കിൽ ഇപ്പോൾ നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, നിന്നെ പറ്റി കൂടുതൽ കൂടുതൽ അറിയും തോറും നിഗൂഢതകൾ കൂടിക്കൂടി വരികയാണല്ലോ ബിബിളോ. അതായത് ഇങ്ങനൊരു സീക്രട്ട് പാസേജിനെ പറ്റി ഇവന് മാത്രം അറിയാം. അതേപോലെ തന്നെ കൃത്യസമയമായപ്പോഴേക്കും ഇവൻ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടേക്ക് മാറ്റി. ശരിക്കും യാർഡാ നീ എന്നുള്ള രീതിയിൽ സോള് ബിബിളോയെ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ആ പടിഞ്ഞാറൻ വില്ലേജിനടുത്തുള്ള പോർട്ട് കാണിക്കുന്നുണ്ട്. അതായത് കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഇവർ കപ്പലൊക്കെ സെറ്റ് ചെയ്തിട്ടിരുന്ന ആ ക്ലൗഡ് സീ പോർട്ട് ഉണ്ടല്ലോ, അവിടെയുള്ള ആ ഒരു റെയിൻബോ റോഡൊക്കെ ഇപ്പൊ നമുക്ക് കാണാം. സ്ട്രോ ഹാറ്റ്സ് ആദ്യം കയറി വന്നത്. സോ ഇപ്പൊ ഒരു ജയന്റ് കപ്പൽ ആരോ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വന്ന് ആ സീ ക്ലൗഡ്സിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പൊ അത് ചെയ്ത ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, സോമേഴ്സ് ആണ്. അവന്റെ പുറകിൽ ആ ഒമൻ മാർക്ക് ഇപ്പോഴും ഉണ്ട്. സോമേഴ്സ് ഇപ്പോൾ ഡെൻഡൻ മുഷി കൂടെ കില്ലിംഗ്ഹാമിനെ വിളിച്ച് പറയുന്നുണ്ട്, ഹലോ ഞാൻ സോമേഴ്സ് ആണ്, അല്ല സൂപ്പർ സോമേഴ്സ്. ജയൻസിന്റെ ഒരു ഷിപ്പൊക്കെ തൂക്കി എടുത്തുകൊണ്ട് വന്ന് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ കുട്ടികളെ കൊണ്ട് പോർട്ടിലേക്ക് പോവാം. ഇനി നമ്മളെ പടിഞ്ഞാറൻ വില്ലേജിലെ ആ ബാറാണ് കാണിക്കുന്നത്. അവിടെ ഉള്ളവരാണെങ്കിൽ ലോക്കി ഇമുവും തമ്മിലുണ്ടായ ഫൈറ്റിലെ എക്സ്പ്ലോഷനൊക്കെ കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. കാട്ടിൽ മുഴുവൻ പൊട്ടിത്തെറിയും തീപിടുത്തോ, ഇവിടെ എന്തോ വലിയ യുദ്ധം നടക്കുന്നത് പോലെയാ എന്നൊക്കെ അവർ പറയുന്നു. അകത്തിപ്പോ ചോപ്പർ ആണെങ്കിൽ ഗേഡിന്റെ ആ അറ്റുപോയ വിരലുകളെല്ലാം റീഅറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള കട്ടായതുകൊണ്ട് വിരല് റീഅറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് ഹീലായി വരണമെങ്കിൽ മാസങ്ങൾ പിടിക്കുമെന്ന് ചോപ്പർ പറയുന്നു. ഗേഡ് ഇപ്പൊ പറയുന്നുണ്ട്, താങ്ക്സ് ചോപ്പർ. എന്റെ ഒരു അവസ്ഥ നോക്കണേ, ഇവിടെയുള്ള ബാക്കി ആൾക്കാരെ ശുശ്രൂഷിക്കേണ്ടവളാ ഞാൻ, എന്നിട്ടിപ്പോ ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെ സ്വയം പഴിക്കരുത് ഗേഡ്, ഇതൊന്നും നിന്റെ തെറ്റല്ല എന്ന് ചോപ്പർ പറയുന്നുണ്ട്. കോളോൺ ആണെങ്കിൽ ഇപ്പോൾ ചോപ്പറിനോട് താങ്ക്സ് പറയുന്നുണ്ട്. എന്റെ അമ്മയെ ബാക്കിയുള്ളവരെയൊക്കെ ട്രീറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി ഡോക്ടർ ചോപ്പർ എന്നവൻ പറയുന്നു. ചോപ്പർ ഇപ്പോൾ പറയുന്നുണ്ട്, ഇത് ഫസ്റ്റ് എയ്ഡേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഹാജറുദ്ദീനൊക്കെ ഇപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. ഇപ്പോൾ റോഡ് ഗേഡിന്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ഞാൻ എന്തായി കാണുന്നേ, എന്റെ ഗേഡ് ടാസോയുടെ വിരലൊക്കെ മുറിഞ്ഞു പോയോ? ഇത് സത്യം തന്നെയാണോ അതോ വല്ല ദുസ്വപ്നമാണോ? നിന്റെ പോയ വിരലുകൾക്ക് പകരം ഞാൻ വേണമെങ്കിൽ എന്റെ ഈ വിരലുകൾ തരാം പൊന്നെ, എനിക്ക് നിന്റെ വിരലൊന്നും വേണ്ടാന്ന് ഇപ്പൊ ഗേഡ് പറയുന്നുണ്ട്. ഹോ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ക്രൂരമായിട്ടാ എന്റെ ഗേഡ് പെരുമാറുന്നേ, എനിക്കൊരു അവാർഡ് കിട്ടിയ ഫീല് എന്നൊക്കെ റോഡ് പറയുന്നുണ്ട്. പക്ഷെ ഗേഡ് ഇപ്പൊ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അനിയനായിട്ടുള്ള ബ്യോണിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ ജീവൻ റിസ്ക് ചെയ്തില്ലേ? അത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ നിന്നെ പറ്റിയുള്ള എന്റെ അഭിപ്രായത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് റോഡ്. ഇപ്പൊ ഈ ഗേഡിന്റെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് റോഡ് ആകെ എക്സൈറ്റഡ് ആയിട്ട് അവന്റെ ആ മുറിവിന്നൊക്കെ ചോര തെറിക്കുന്നുണ്ട്. ഗേഡ് ടാസോയുടെ സ്നേഹം ഓവർഡോസ് ആയതിന്റെ എഫക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് ഫ്ലാറ്റ്. പുള്ളിക്കാരൻ ഒരു ജയന്റ് സാഞ്ചിയാണ്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ട് അവന്റെ അനിയൻ ബ്യോൺ ഇങ്ങനെ പുറകെ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെറുക്കൻ പറയുന്നുണ്ട്, ഹോ ഞാൻ നിങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്ത് വരികയായിരുന്നു പുല്ല്. ഇനി നമ്മളെ പടിഞ്ഞാറൻ വില്ലേജിലെ തന്നെ പോർട്ടിനടുത്തുള്ള സോറോയുടെ സൈഡാണ് കാണിക്കുന്നത്. ഗോൾഡ്ബർഗ് സോറോയെ തോളത്ത് വെച്ചുകൊണ്ട് പോർട്ടിന്റെ അങ്ങോട്ടേക്ക് ഓടുകയാണ്. സോറോ പറയുന്നുണ്ട്, ഗോൾഡ്ബർഗെ നിന്നെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം, ഞാൻ അങ്ങ് ഓടിയെത്തുമ്പോഴത്തേക്ക് സമയം കുറെ വൈകും, അതുകൊണ്ടാ നിന്റെ ഹെൽപ്പ് ചോദിച്ചത്. ഗോൾഡ്ബർഗ് പറയുന്നുണ്ട്, ഏയ് അതിനെന്താ സോറോ, ഒരു കുഴപ്പമില്ല, ജയൻസില് എനിക്കല്ലേ ഉള്ളൂ വലുതായിട്ട് പരിക്കൊന്നും പറ്റാത്തത്, അതുകൊണ്ട് എനിക്കിതൊന്നും വിഷയമേ അല്ല. മാത്രവുമല്ല ഇത് എൽബാഫ് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്, ഇത് പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ. അവിടെ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതിന് ഒരുപാട് നന്ദി. സോറോ ഒക്കെ പറയുന്നുണ്ട്, അതിന് നന്ദിയൊന്നും പറയണ്ട, ഞങ്ങളുടെ ക്യാപ്റ്റന്റെ ഒരു പോളിസി വെച്ചിട്ട് പുള്ളിയുടെ സുഹൃത്തിന്റെ കൺട്രി എന്ന് പറയുന്നത് പുള്ളിയുടെയും കൂടെ കൺട്രിയാണ്. സോ ഈ എൽബാഫിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടെയും കൂടെ പ്രശ്നങ്ങളാണ്. ഗോൾഡ്ബർഗ് ഇപ്പൊ പറയുന്നുണ്ട്, ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, ഹാജറുദ്ദീൻ ലൂഫിയെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് ലൂഫിയുടെ ഈ ക്വാളിറ്റീസ് കണ്ടിട്ട് തന്നെയാണ്. സോറോ ഇപ്പൊ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇമു സോറോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്ത ആ ഒമൻ ഉണ്ടല്ലോ, അതിപ്പോ സ്റ്റീൽ ബോളുകളും ബോംബുകളും ഒക്കെ ആയിട്ട് ട്രാൻസ്ഫോം ആയിരിക്കുകയാണ്. ആ ബോൾസ് സോറോയുടെ കയ്യിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. സോറോ ഇപ്പൊ പറയുന്നുണ്ട്, ഹോളി നൈറ്റ്സ് മുമ്പുള്ളതിനേക്കാൾ ശക്തരായി കഴിഞ്ഞു, നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ തീർത്ത് കെട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. ഇനി നമ്മളെ പോർട്ടിന്റെ ഭാഗമാണ് കാണിക്കുന്നത്. അവിടെ നിൽക്കുന്ന സോമേഴ്സ് ഡെൻഡൻ മുഷി കൂടെ കില്ലിംഗ്ഹാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കില്ലിംഗ്ഹാം പറയുന്നുണ്ട്, സോമേഴ്സേ ചെറുതായിട്ട് എന്റെ കയ്യിൽ നിന്നൊന്ന് പോയടാ, ഞാനൊരു ടെറിബിൾ ആയിട്ടുള്ള സാധനത്തിനെ സമ്മൺ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. സോമേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, ഡേയ് നീ സമ്മൺ ചെയ്ത് വരുത്തി എന്ന് പറയുമ്പോ അതൊന്നും അല്ലല്ലോ.
അതേടാ അത് തന്നെ. എന്റെ ഏറ്റവും വലിയ ഭയത്തിനെയാ ഞാൻ സമ്മൺ ചെയ്ത് വരുത്തിയത്. അങ്ങ് പറ്റിപ്പോയി. സോമേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, എടാ പരനാറി, നിനക്ക് മാത്രമല്ല നമുക്കെല്ലാം അതിനെ പേടിയാന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ഡേയ്, നിനക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റേണ്ടതാണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അത് ഒറിജിനൽ സാധനമൊന്നും അല്ലല്ലോ. ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു നൈറ്റ് മെയർ മോൺസ്റ്റർ അല്ലേ. സോമേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, എന്ത് കോപ്പെങ്കിലും ആവട്ടെ, നീ സമ്മൺ ചെയ്തല്ലോ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് നീ പണി തീർക്കാൻ നോക്ക്. നമ്മുടെ മുന്നിൽ ഇനി അധികം സമയമില്ല. ആ ഗുങ്കോ എവിടെ പോയി? കില്ലിംഗ്ഹാം ഇപ്പൊ പറയുന്നുണ്ട്, ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഗുങ്കോ അവിടെ കിടക്കുന്ന കണ്ടായിരുന്നു. കണ്ടിട്ട് കാറ്റ് പോയെന്നാ തോന്നുന്നത്. ഇപ്പൊ ഇത് കേട്ടിട്ട് സോമേഴ്സ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, ഇമൂസമയുടെ ബോഡി ഇങ്ങനെ പുറം ലോകത്ത് അധികം നേരം തുടരുന്നത് അദ്ദേഹത്തിന് ആപത്താണ്. അത് അറിഞ്ഞിട്ടും അദ്ദേഹം ഇവിടെ നിന്ന് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം അദ്ദേഹം കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്ന പവറും ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായിട്ട് തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്ന പവറും രണ്ടും ഇപ്പൊ ഈ എൽബാഫിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ നിൽക്കുന്നത്. സോ നമ്മൾ അദ്ദേഹത്തെ നിരാശരാക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് നമ്മൾ ഇവിടെ ഫൈറ്റ് ചെയ്യണം കില്ലിംഗ്ഹാം. ഇപ്പോ ഇത് കേട്ട് മോട്ടിവേറ്റഡ് ആയ കില്ലിംഗ്ഹാം ആണെങ്കിലും അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറയുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് പടിഞ്ഞാറൻ വില്ലേജ് ആണ്. അവിടെ നല്ലപോലെ മഴ പെയ്യുന്നു. ജയൻസ് ആണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പൊ പെട്ടെന്നൊരു മഴ? അതേപോലെ തന്നെ വെള്ളം വീടുകളിലേക്കൊക്കെ ഇരച്ചു കയറുന്നുണ്ട്. സോ മുറിവേറ്റവരെ ശ്രദ്ധിക്കണം എന്നൊക്കെ അവര് പറയുന്നു. ഇപ്പോ കില്ലിംഗ്ഹാം ആണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്ത ആ മോൺസ്റ്ററിന് കമാൻഡ് കൊടുക്കുന്നുണ്ട്, ആ കൊച്ചു കഴിവേറുകളെ മൊത്തം പിടിക്കേ. ഇപ്പൊ ഒരു വലിയ കൈ ആ വീടിനുള്ളിലേക്ക് വന്നിട്ട് കോളോണിനെ, ഇൽവയും ബാക്കി കുട്ടികളെയും ഒക്കെ ഇങ്ങനെ പിടിക്കുന്നു. ഇപ്പൊ ആ കൈക്കുള്ളിൽ ട്രാപ്പായ കുട്ടികള് മുങ്ങിത്താണിങ്ങനെ പോകുന്നുണ്ട്. അതായത് ഒരു വാട്ടർ ബാഗ് പോലെയാണ് ആ കൈ. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വെള്ളം നിറഞ്ഞ ഒരു കൈ. ഇതേ പുറത്തെന്തോ ഉണ്ടെന്ന് ഇപ്പൊ ജയൻസ് ഇങ്ങനെ വിളിച്ച് അലറുന്നുണ്ട്. പുറത്തേക്കുന്ന കില്ലിംഗ്ഹാം ഇപ്പൊ പറയുന്നുണ്ട്, റെഡ് ലൈനിന്റെ ഏറ്റവും മുകളില് മേഘങ്ങളുടെ തൊട്ട് ചുവട്ടിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ ഇടിച്ചു കുത്തി പെയ്യുന്നത് കാണുമ്പോൾ പേടി തോന്നാറുണ്ട്. ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന പേടിപ്പെടുത്തുന്ന കുറച്ച് കഥകളുണ്ടായിരുന്നു. നിക്കയെ പറ്റി, ഡി ക്ലാനിനെ പറ്റി, പിന്നെ റെയിൻ ഗോഡ് എന്നറിയപ്പെടുന്ന ഒരു മോൺസ്റ്ററിനെ പറ്റിയും. താഴെ തട്ടിലുള്ള ലോകം നിമിഷ നേരം കൊണ്ട് വെള്ളത്തിനടിയിലാക്കാൻ കഴിവുള്ള ഒരു മോൺസ്റ്റർ, റെയിൻ ഗോഡ്, സസ. സോ ഗൈസ്, അപ്പൊ കില്ലിംഗ്ഹാമും സോമേഴ്സും ബാക്കി 10 രൂപിറ്റോളും ഒക്കെ പേടിയോടെ കൂടി കാണുന്ന ആ റെയിൻ ഗോഡ്, കില്ലിംഗ്ഹാമിന്റെ ആ ഭയം ഒരു മോൺസ്റ്റർ ആയി വന്നിരിക്കുകയാണ്. അതിപ്പോ ആ വെസ്റ്റേൺ വില്ലേജ് ഫുൾ ഇങ്ങനെ മുക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അതേപോലെ തന്നെ ആ കുട്ടികളെ അതിങ്ങനെ കയ്യിൽ ട്രാപ്പാക്കി വെച്ചിട്ടുണ്ട്. 4 കൈകളൊക്കെ ഉള്ള ഒരു വലിയ രൂപം. ഇപ്പോ റെയിൻ ഡാൻസിന്റെ താളത്തോടു കൂടിയാണ് സസ വരുന്നത്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് കില്ലിംഗ്ഹാം അവിടെ നിപ്പുണ്ട്. എന്നിട്ട് അവൻ സോമേഴ്സിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് വരികയാണ്, നീ റെഡി ആയിട്ടിരുന്നോ സോമേഴ്സേ? ഇവിടെ എല്ലാം റെഡിയാ, ഏത് നിമിഷം വേണേലും നമുക്ക് പുറപ്പെടാമെന്ന് സോമേഴ്സ് പറയുന്നു. ഇപ്പൊ ഈ സസ ഈ വില്ലേജിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ സോറോയും ഗോൾഡ്ബർഗ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഗോൾഡ്ബർഗ് സോറോയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് തിരിച്ചു വില്ലേജിലേക്ക് പോകണമെന്ന്. അപ്പോഴാണ് സോറോ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ സാഞ്ചി ഇങ്ങനെ സ്കൈവാക്ക് ചെയ്ത് ആ പടിഞ്ഞാറൻ വില്ലേജിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇത് കണ്ട സോറോ ഗോൾഡ്ബർഗിനോട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാ. സാഞ്ചി ആണെങ്കിലും ഇപ്പൊ ഈ സോറോയും ഗോൾഡ്ബർഗും പോർട്ടിനടുത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. സോറോ ഇപ്പോ സാഞ്ചിയോട് വിളിച്ചു പറയുന്നുണ്ട്, ഡേയ്, ഈ അവസരം മൂഞ്ചിക്കരുത് കേട്ടോ, നിന്നോടും എനിക്ക് അത് തന്നെയാണ് തെണ്ടി പറയാനുള്ളതെന്ന് സോറോ എടുത്ത് സാഞ്ചി പറയുന്നു. ശരിക്കും ഇവരുടെ ഈ റൊമാൻസ് കിടിലമാണ്. കാര്യം സാഞ്ചിയെ കൊണ്ടത് പറ്റുമെന്ന് സോറോയ്ക്കും അറിയാം, സോറോയെ കൊണ്ടത് പറ്റുമെന്ന് സാഞ്ചിക്കും അറിയാം. എന്നാലും ചുമ്മാ ഒരു ഈഗോ ക്ലാഷ്. എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. സോ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് സാഞ്ചി വേഴ്സസ് കില്ലിംഗ്ഹാം, അതേപോലെ തന്നെ സോറോ വേഴ്സസ് സോമേഴ്സ്, പിന്നെ ആ ലോക്കി ഇമും കൂടെ ഫൈറ്റ് ചെയ്യുന്നിടത്ത് ലൂഫിയുടെ ആ ഒരു എൻട്രിയും കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ അടുത്ത ആഴ്ച ബ്രേക്ക് ആണ് ഗൈസ്. സോ നമുക്ക് അടുത്ത ആഴ്ചയെ ചാപ്റ്റർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കുക. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.